നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് അത്യുഷ്ണ മുന്നറിയിപ്പ് വന്നതിന് പിന്നാലെ തന്നെ ആശ്വാസത്തിന്റെ വാർത്ത കൂടി കഴിഞ്ഞ ദിവസം വന്നിരുന്നു. വേനൽ മഴ തുടരും തുടങ്ങാൻ പോവുകയാണ് എന്നൊരു വാർത്തയായിരുന്നു. ഇന്ന് തിരുവനന്തപുരത്ത് വളരെ ചിലയിടങ്ങളിൽ വളരെ ശക്തമായ മഴ തന്നെ പെയ്തിരുന്നു. മലയോര മേഖലകളിലുമാണ് പ്രധാനമായും ശക്തമായ മഴ, ഇടിയോടുകൂടിയ മഴ ലഭിച്ചത്. ചൂടിന് വലിയൊരു ആശ്വാസം തന്നെയായിരുന്നു. ഇപ്പോൾ മഴ താഴേക്ക് പതിക്കുമ്പോൾ നമുക്കറിയാം, ആവി മുകളിലേക്ക് പോയി ഒരു പുകപടലം തന്നെ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് നമുക്ക് എല്ലാവർക്കും നമ്മുടെ ചുറ്റും ഇപ്പോൾ നിരീക്ഷിച്ചാൽ മനസ്സിലാകുന്ന കാര്യമാണ്. എന്തായാലും ചൂട് കൂടുന്ന, അതോ മഴ പെയ്താലും ഒരു തണുപ്പ് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. പെട്ടെന്ന് തന്നെ ഭൂമിയിലേക്ക് എത്തിയ വെള്ളത്തെ വലിച്ചെടുക്കുന്ന ഒരു സാഹചര്യം, പെട്ടെന്ന് തന്നെ തറ ഉണങ്ങുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. മണ്ണ് നനഞ്ഞ തണുത്ത കുളിർമ വരുന്ന ഒരു മഴ ഇല്ലെങ്കിൽ പോലും മലയോര മേഖലകളിൽ, പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയുടെ മലയോര മേഖലകളിൽ അതിശക്തമായ മഴ തന്നെയാണ് അല്പസമയം മുൻപ് ലഭിച്ചത്. ഒരു മണിക്കൂറോളം നീണ്ടുനിന്ന മഴയൊക്കെ തന്നെ ഇടിമിന്നലോട് കൂടിയ മഴയാണ് ലഭിച്ചത്. എന്തായാലും ഇടുക്കിയിലും വയനാടും ഒക്കെയുള്ള എല്ലാ ജില്ലകളിലും മുന്നറിയിപ്പ് തുടരുകയാണ്. പാലക്കാട് ജില്ലയിൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെയും, കൊല്ലം ജില്ലയിൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, പത്തനംതിട്ട, തൃശൂർ, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, കോട്ടയം, എറണാകുളം, മലപ്പുറം, കണ്ണൂർ ജില്ലകളിലും 37 ഡിഗ്രി സെൽഷ്യസ് വരെയുമാണ്. തിരുവനന്തപുരം, ആലപ്പുഴ ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയുമാണ് താപനില ഉയരുന്നത്. പക്ഷേ മഴ വരുന്നു, അല്ലെങ്കിൽ മഴ പെയ്തു എന്ന് പറയുന്നത് തന്നെ ഇപ്പോഴത്തെ ഈ ഒരു കാലാവസ്ഥയിൽ വളരെ ആശ്വാസപരമായിട്ടുള്ള വാർത്ത തന്നെയാണ്. അതിനിടെ നാളെ മുതൽ സംസ്ഥാനത്ത് കൂടുതൽ ജില്ലകളിൽ വേനൽ മഴ ശക്തമായി പെയ്യുമെന്നാണ് മനസ്സിലാകുന്നത്. 4 ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് നൽകിയിരിക്കുന്നത്. പത്തനംതിട്ട, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്നതാണ് സാധ്യത. ഇന്ന് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും നാളെ മുതൽ 29 വരെ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. സംസ്ഥാനത്ത് ഉയർന്ന താപനിലയും ഉയർന്ന അന്തരീക്ഷ ഈർപ്പവും മൂലമുള്ള അത്യുഷ്ണ അനുഭവപ്പെടുകയും ഉഷ്ണതരംഗ സമാന സാഹചര്യം നിലനിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ആകെ അതിതീവ്ര ജാഗ്രത പുലർത്തണമെന്നാണ് നിർദ്ദേശമുള്ളത്. ചൂടിലെ വർധനവ് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനും മരണത്തിന് വരെ കാരണമായേക്കാവുന്നതുമാണ്. അതുകൊണ്ട് തന്നെ സുരക്ഷാ നിർദ്ദേശങ്ങളെ ഗൗരവമായി തന്നെ പാലിക്കുക. പ്രത്യേകിച്ചും മറ്റൊരു കാര്യം, മുന്നറിയിപ്പ് കൂടി വരുന്നത് എന്ന് പറയുന്നത്, സംസ്ഥാനത്ത് മഴ പെയ്യുമ്പോൾ ഒരു പക്ഷേ ഈ ചൂട് സഹിക്കവയ്യാതെ തന്നെ മഴ നനയാനുള്ള സാധ്യതയുണ്ട്. അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. ചൂടത്ത് ശക്തമായ മഴ കൂടി നനഞ്ഞു കഴിഞ്ഞാൽ മറ്റ് അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാം ശ്രദ്ധിച്ച് മാത്രം കാര്യങ്ങൾ മുന്നോട്ട് പോകുക. എന്തായാലും വരും ദിവസങ്ങളിൽ ശക്തമായ മഴയുണ്ട് എന്ന മുന്നറിയിപ്പാണ് നിലവിൽ ലഭിക്കുന്നത്.